ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് കുറച്ച് ടേംസാണ്. പബ്ബ് റിലേറ്റഡ് ടേംസ്. ലൈക്ക് ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ നമ്മൾ പബ്ബിലൊക്കെ ഒന്ന് ചില്ല് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് പല ടേംസും പുതിയതായിട്ട് തോന്നും. സോ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് പറയണത്. സോ ഫസ്റ്റ് വൺ ഈസ് ഗസ്റ്റ് ലിസ്റ്റ്. ഗസ്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇവൻറ്റിന് പോകുമ്പോൾ അത് പ്രീ പ്ലാൻഡ് ആയിട്ട് കുറച്ച് ഗസ്റ്റിനെ അവർ ലിസ്റ്റ് ചെയ്യും. സോ നമുക്ക് അതിൽ നമ്മുടെ പേര് കൊടുക്കാൻ പറ്റും ത്രൂ വാട്സാപ്പ് മെസ്സേജസ്, അല്ലെങ്കിൽ നമുക്ക് ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാം. ബുക്ക് മൈ ഷോ, സോർട്ട് മൈ സീൻ എന്ന് വേണ്ടിയിട്ടുള്ള കുറേ ആപ്സ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പേര് ഗസ്റ്റ് ലിസ്റ്റിൽ ആഡ് ആവും. സോ ഇവൻറ്റ് പ്ലാനർക്ക് നമ്മുടെ ഒരു ലിസ്റ്റ് ഉണ്ടാവും നെയിംസിൻ്റെ. പിന്നെ ആ ഗസ്റ്റ് ലിസ്റ്റിലുള്ളവർക്ക് സപ്പോസ് സംടൈംസ് ഫ്രീ എൻട്രി ആയിരിക്കും. അത് മുൻകൂട്ടി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും എങ്ങനെയാണെന്നുള്ളത്. സോ ഇപ്പോൾ ആപ്പാണെന്നുണ്ടെങ്കിൽ അതിൽ ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ടാണെന്നുണ്ടെങ്കിൽ അവർ പറയും, ഇവൻറ്റ് പ്ലാനേഴ്സ് പറയും അത് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഗസ്റ്റ് ലിസ്റ്റിൽ നമുക്ക് നെയിമുള്ളവർക്ക് ഒരു 9:30 അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് തുടങ്ങിയിട്ട് ഒരു പകുതി സമയം വരെ, കുറച്ച് സമയം കഴിഞ്ഞ വരെ, ഒരു സപ്പോസ് ഇപ്പോൾ ഇവൻ്റ് ഒരു 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 9:30 വരെ നമുക്ക് എൻട്രി ഫ്രീ ആയിരിക്കും. അപ്പം സ്റ്റാഗ് എൻട്രി സംടൈംസ് ഫ്രീ ഓപ്ഷനിലാണ്, അത് അവർ തീരുമാനിക്കുന്ന പോലെ ഇരിക്കും. അങ്ങനെ കയറാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതാണ് ഗസ്റ്റ് ലിസ്റ്റ്. സോ ഗസ്റ്റ് ലിസ്റ്റിൽ പേര് കൊടുത്തിട്ടാണ് ഒരു ഇവൻറ്റിന് നമ്മൾ പോകേണ്ടത്. സോ അതാണ് ഗസ്റ്റ് ലിസ്റ്റ്. ദെൻ സെക്കൻഡ് വൺ ഇസ് കവർ ചാർജ്. കവർ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സംഭവം ബുക്ക് ചെയ്യുന്ന സമയത്ത്, ഒരു ഇവൻറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കണം, അതായത് കവർ ചാർജസ് ഇൻക്ലൂഡഡ് ആണെന്നുണ്ടെങ്കിൽ. കവർ ചാർജസ് ഇൻക്ലൂഡഡ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫ്രീ സ്റ്റാഗ് എൻട്രി ആയിരിക്കില്ല. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു സ്റ്റാഗ്, അതായത് ഒരു സിംഗിളായിട്ട് എൻട്രി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എമൗണ്ട് കവർ ചാർജ് ആയിട്ട് വരും. കവർ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഒരു 500 അല്ലെങ്കിൽ ഒരു 1000 രൂപ നിങ്ങൾ കവർ ചാർജ് ആയിട്ട് കൊടുക്കേണ്ടി വരും. പബ്ബിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കവർ ചാർജ് അത് കൊടുക്കുമ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ആ ഒരു പൈസ കൊടുത്തിട്ടാണ് പബ്ബിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. പബ്ബിൽ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് റിഡീം ചെയ്യാൻ പറ്റും. കവർ ചാർജ് എപ്പോഴും റെഡീമബിൾ ആണ്. അതായത് നമുക്ക് ആ ക്ലബ്ബിൽ നിന്ന് എന്തെങ്കിലും ഡ്രിങ്ക്സോ അല്ലെങ്കിൽ ഫുഡോ നമ്മൾ കൊടുത്ത കവർ ചാർജ്, സപ്പോസ് ഇപ്പോൾ നമ്മൾ 500 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 500-നുള്ള ഡ്രിങ്ക്സോ ഫുഡോ, അല്ലെങ്കിൽ 1000 ആണെങ്കിൽ അതിനുള്ള ഡ്രിങ്ക്സോ ഫുഡോ നമുക്ക് അതിൽ നിന്ന് കഴിക്കാൻ പറ്റും. പിന്നെ നമുക്ക് പാർട്ടി എൻജോയ് ചെയ്യാം. അതിനൊന്നും പൈസ ഇല്ല, അത് മൊത്തം നമുക്ക് യൂസ് ചെയ്യാം, ആ പബ്ബൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ അതിനുള്ള പൈസ മാത്രം നമുക്ക് റെഡീം ചെയ്യാം. അതിന് കൂടുതൽ വന്നാൽ നമ്മൾ അതിനൊക്കെ കൂടുതൽ എക്സ്ട്രാ പേ ചെയ്യണം. സോ മെനു നോക്കി ബുക്ക് ചെയ്യാം. എന്താ പറയുക, കവർ ചാർജസ് 500 കൊടുക്കുകയാണെങ്കിൽ 500-നുള്ള മെനുവിൽ കഴിക്കാൻ നോക്കുക. അത് എക്സ്ട്രാ കഴിക്കണമെന്നുള്ളവർക്ക് കഴിക്കാം, ബട്ട് എക്സ്ട്രാ പേയബിൾ ആണ്. സോ അത് നോക്കി പോവുക. പിന്നെ പറയുന്നതാണ് ഫ്രീ സ്റ്റാഗ് എൻട്രി. ഫ്രീ സ്റ്റാഗ് എൻട്രി എങ്ങനെയാണെന്നുള്ളത് ഓപ്ഷനിലാണ്. മാക്സിമം പ്രീ ബുക്ക് ചെയ്യുക. ഇവൻറ്റ് പ്ലാനേഴ്സിനെ പ്രീ ബുക്ക് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നോക്കുക. അല്ലെങ്കിൽ ഓരോ ആപ്പിൽ പ്രീ ബുക്ക് ചെയ്യുക, വിളിച്ച് ചോദിക്കുക. കൺഫേം ആണെങ്കിൽ ഫ്രീ സ്റ്റാഗ് എൻട്രി ക്രൗഡഡ് അല്ലാത്ത ദിവസത്തിൽ കിട്ടും. ഒരിക്കലും എന്താ പറയുക, സാറ്റർഡേസിനും സൺഡേസിനും കിട്ടാറില്ല. സോ മാക്സിമം നോക്കുക, എങ്ങനെയാണെന്ന് വെച്ചാൽ പോവുക, എൻജോയ് ചെയ്യുക, അടിച്ച് പൊളിക്കുക.